ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും പുതിയൊരു ഫ്രീ എയർ ഡ്രോപ്പ് ഓപ്പർച്യൂണിറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് മൈൻ നെറ്റ്വർക്കിൻ്റെ ടെസ്റ്റ്നെറ്റ് ആക്ടിവിറ്റീസ് ആണ്. ഇത് നമ്മൾ ചെയ്യാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രൊജക്റ്റിനെ ബൈനാൻസ് ബാക്ക് ചെയ്യുന്നുണ്ട്. ബൈനാൻസ് മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ ചെയിൻ ലിങ്ക്, അതുപോലെ തന്നെ എതേറിയത്തിൻ്റെയൊക്കെ ഫെല്ലോഷിപ്പ് ഗ്രാൻഡൊക്കെ ഓൾറെഡി കിട്ടിയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ടോക്കൺ ലിസ്റ്റിംഗ് വരുന്ന സമയത്ത് എയർ ഡ്രോപ്പ് കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ടെസ്റ്റ്നെറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറും 5 മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ. നമുക്ക് ഈസി ആയിട്ട് ഇതിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു. സോ ആ ഒരു സപ്പോർട്ട് ഈ വീഡിയോയിലും കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെ ഇതിൻ്റെ ടെസ്റ്റ്നെറ്റിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ എയർ ഡ്രോപ്പ് എലിജിബിലിറ്റിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവർ സീഡ് ഫണ്ടിൽ ഏകദേശം ഒരു 2.5 മില്യൺ ഓൾറെഡി റേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഹാഷ് കെ ക്യാപിറ്റൽ, ആർവേവ്, വെഞ്ചേഴ്സ് ഒക്കെ ഉണ്ട്. സോ ഇവരുടെ ടോക്കണൊക്കെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ബൈനാൻസിലൊക്കെ ലിസ്റ്റ് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി ടെസ്റ്റ്നെറ്റ് ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുകയാണ് വേണ്ടത്. സോ നിങ്ങളുടെ വാലറ്റ് ഇവിടെ ആദ്യം കണക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. സോ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് പോളിഗൺ മുംബൈൻ്റെ ടെസ്റ്റ്നെറ്റ് ആടാവുന്നതായിരിക്കും. നിങ്ങൾക്ക് PC ഇല്ല ഇത് ചെയ്യാനെങ്കിൽ തീർച്ചയായിട്ടും ക്വി ബ്രൗസർ ഉപയോഗിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഈ ടെസ്റ്റ്നെറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പോളിഗൺ മുംബൈൻ്റെ ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് നമ്മുടെ വാലറ്റിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഫോസറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൽക്കമീൻ്റെ ഫോസറ്റാണ്. അതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്തിട്ട് സെൻഡ് മീ മാറ്റിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഉള്ള പോളിഗൺ മുംബൈ ടോക്കൺസ് അതിലേക്ക് എത്തുന്നതായിരിക്കും. സോ എത്തിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളിവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞുള്ള ബട്ടണാണ് ഞെക്കേണ്ടത്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 0.79 മാറ്റിക്ക് എത്തിയിട്ടുണ്ട്. രജിസ്റ്റർ പ്രസ് ചെയ്യുക. അതിനുശേഷം വരുന്ന മെറ്റാമാസ്ക് പോപ്പപ്പ് സൈൻ ചെയ്യുക. അതിനുശേഷം ഒരു ട്രാൻസാക്ഷനും കൂടെ വരുന്നതായിരിക്കും. ആ ഒരു ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ മൈൻ നെറ്റ്വർക്കിൽ നമ്മുടെ വാലറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി രണ്ടാമതായിട്ട് ചെയ്യാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു രജിസ്റ്റർ ചെയ്ത വാലറ്റിൽ നിന്ന് മറ്റൊരു വാലറ്റിലേക്ക് നമ്മൾ ഈ പോളിഗൺ മുംബൈ ടോക്കൺസ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആ റൈറ്റ് സൈഡിൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നിങ്ങൾ പോവുക. അപ്പോൾ അവിടെ നമുക്ക് ഫ്രമും ടു എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് കാണാം. ഫ്രം അഡ്രസ്സ് നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത മെറ്റാമാസിൻ്റെ അഡ്രസ്സ് ആയിരിക്കും. ടു അഡ്രസ്സ് നിങ്ങളവിടെ പേസ്റ്റ് ചെയ്യാം. നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ സെൻഡ് ചെയ്യുന്ന അഡ്രസ്സ് ഓൾറെഡി മൈൻ നെറ്റ്വർക്കിൽ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത പോലെ രജിസ്റ്റേർഡ് ആയിരിക്കണം. ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു വാലറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിലേക്ക് നിങ്ങൾ ഫണ്ട്സ് അയച്ചാലും മതിയാകും. ഏകദേശം ഒരു 0.01 മാറ്റിക്കാണ് ഞാനിവിടെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും കൊടുത്തതിന് ശേഷം ട്രാൻസ്ഫർ കൺഫേം ചെയ്യുക. അതിനുശേഷം വാലറ്റിൽ വരുന്ന ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ട്രാൻസാക്ഷൻ അവിടെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റ്നെറ്റിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ഗാലക്സി ടാസ്കുകളുണ്ട്. 2 ടാസ്കുകൾ ഇപ്പോൾ ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മൾ മൈൻ നെറ്റ്വർക്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു NFT അതുപോലെ തന്നെ 100 പോയിൻറ്റ്സും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇതിന് ചെറിയ രീതിയിൽ പോളിഗണിൽ ഗ്യാസ് ഫീസിന് ഏകദേശം ഒരു 0.01 $US ഇവിടെ ഗ്യാസ് ഫീസായിട്ട് വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഗാലക്സി ടാസ്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള സോഷ്യൽ ടാസ്കുകളാണ്. ട്വിറ്റർ ഫോളോ ചെയ്യുക, ഡിസ്കോഡിൽ കയറിയിട്ട് വെരിഫൈ ചെയ്യുക, അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള കുറേ അധികം ടാസ്കുകളാണ്. ഇതിൽ മൊത്തം ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 70 പോയിൻറ്റ്സ് നമുക്ക് കിട്ടുന്നതാണ്. സോ മാക്സിമം ഇതും ചെയ്തു വെക്കുക. കാരണം റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള പല പ്രൊജക്റ്റുകളും ഗാലക്സി ടാസ്കുകളൊക്കെ ബേസ് ചെയ്തിട്ട് ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് നിസ്സാരമായിട്ട് കാണരുത്. അതുപോലെ തന്നെ ബൈനാൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊക്കെ ടെസ്റ്റ്നെറ്റുകളാണുള്ളത് അതൊക്കെ നിങ്ങൾ മാക്സിമം ചെയ്തു വെക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറക്കാത്ത ടാസ്കുകളൊക്കെ ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.